പ്രണയം ഒരു ടൂളായിട്ട് യൂസ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കും. അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാറുണ്ട്. നമ്മൾ പല സ്ഥലത്തും കാണത്തില്ലേ, പ്രണയത്തിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ഭയങ്കര മനോഹരമായിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഇടും. പ്രണയത്തിന്റെ മിസ്സിംഗ് ഫീലിങ്സ്, ചതിയെ കുറിച്ചിട്ടുള്ളത് ഇടും, എന്താണ് ദിവ്യമായ പ്രണയം, ഈ രീതിയിലൊക്കെ ഒരുപാട് പോസ്റ്റുകൾ നമ്മൾ കാണാറുണ്ട്. ചിലർ ഇടുന്നതെന്ന് പറയുന്നത് ഇന്റൻഷണൽ ആയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. പോസ്റ്റ് ഇട്ടിട്ട് ഇവര് വെയിറ്റ് ചെയ്യും. കമന്റ്സ് വരാൻ ചാൻസ് ഉണ്ട്, ലൈക്ക് വരാൻ ചാൻസ് ഉണ്ട്, ഷെയർ വരാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം അടുത്ത സ്റ്റെപ്പില് ഇവര് ഇത് അനലൈസ് ചെയ്യും. അവർ ആഗ്രഹിക്കുന്ന ഒരു ഏജ് ഗ്രൂപ്പിലുള്ളത്, അവർ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫൈൽ ഉള്ളത്, അങ്ങനെയുള്ളതിനെല്ലാം സോർട്ട് ചെയ്ത് മാറ്റി 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 വെക്കും. അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ കമന്റ്സിന് ലൈക്കോ റിപ്ലൈയോ ഒക്കെ ഇടാറുണ്ട്. അവർക്ക് എന്ത് ഇമോഷൻസ് ആണ് മിസ്സിംഗ് ആയിട്ടുള്ളതെന്നുള്ള പ്രൊഫൈൽ നോക്കി അറിയാനായിട്ട് പറ്റും. അടുത്ത സ്റ്റേജിൽ ഈ വ്യക്തികളുമായിട്ട് കണക്ട് ആകുമ്പോൾ ഈ ഇമോഷൻസ് വെച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങും. ആ വ്യക്തികൾ എന്താ വിചാരിക്കുന്നത്, എന്നെ പോലെ ചിന്തിക്കുന്ന ഒരാള്, എന്നെ ഒരുപാട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാള്, അല്ലെങ്കിൽ എന്റെ അനുഭവങ്ങൾ അതേപോലെയുള്ള ഒരാള്, എങ്ങനെയൊക്കെ തുടക്കത്തിൽ തെറ്റിദ്ധരിക്കുന്നതെന്ന് പറയുന്നത് ജസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കോൺവെർസേഷൻ മാത്രമായിരിക്കും. നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ കിട്ടി എന്ന് പറയുന്നു. അപ്പൊ ആ മിസ്സിംഗ് ഫീലിംഗ്സ് എല്ലാം പതുക്കെ പതുക്കെ ഇല്ലാതായി തീരും. മാക്സിമം ട്രസ്റ്റ് ഒക്കെ ആയി കഴിയുമ്പോൾ തീർച്ചയായിട്ടും പ്രപ്പോസ് ചെയ്യും, പ്രണയത്തിലേക്ക് പോകും. ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ സെക്സിലേക്ക്, ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് എത്തിക്കും. ആ സമയത്തും ഈ വിക്ടിമിന് ഉണ്ടാകുന്നതെന്ന് പറയുന്നത് ഏറ്റവും നല്ല ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ മാനിപ്പുലേറ്റർ എഫർട്ട് എടുക്കും. അപ്പോഴാണ് ഇവർ ഇതിനകത്ത് അഡിക്റ്റ് ആയി പോകുന്നതെന്ന് പറയുന്നത്. ഈ വ്യക്തിയുമായിട്ട് അത്രത്തോളം കണക്റ്റഡ് ആവും. ഒരു ഡ്രഗിൽ എങ്ങനെ അഡിക്റ്റ് ആവുന്ന ഒരാൾ അതേ രീതിയിൽ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ, ഈ ഒരു ലവറിൽ അഡിക്റ്റ് ആയി തീരും. മാനിപ്പുലേറ്ററിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പീക്ക് പ്ലഷർ ഒക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേന് അവർക്ക് പതുക്കം അടുത്ത് തുടങ്ങും, ഇവർ അടുത്ത ആളിലേക്ക് പോകും. അത് അവരുടെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പാറ്റേൺ എന്ന് പറയുന്നത് എങ്ങനെയാണ്. പക്ഷെ ചിലതെന്ന് പറയുന്നത് വ്യക്തികളായിരിക്കത്തില്ല, ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് മറ്റാൾക്കാരുണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരു സംഘമായിരിക്കാം. അപ്പൊ അവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വഴിയിൽ ഇട്ടിട്ട് പോവുക എന്നുള്ളതല്ല, ഇവരെ കൂടുതൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ടൊക്കെ പോകാറുണ്ട്. അത്